ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പൗർണമി തിഥി. സാധാരണ കറുത്തവാവ്, പൗർണമി എന്നീ ദിവസങ്ങളിൽ കുലദൈവ വഴിപാടിനും അതുപോലെ തന്നെ ഇഷ്ടദൈവ വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ പൂജകളും വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നുണ്ടെങ്കിലും കൂടി കറുത്തവാവ്, അമാവാസ എന്നീ തിഥികളിൽ ദൈവിക ശക്തി കൂടുതലായതിനാൽ തന്നെ ഈ ദിവസങ്ങളിലെ വഴിപാടിന് ഏറെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഏറെ ശക്തിയുമാണ് ഉള്ളത്. ഈ ദിവസങ്ങളിൽ ഏതു കാര്യസാധ്യത്തിനു വേണ്ടിയും നമുക്ക് ഇഷ്ടദൈവങ്ങൾ ആരാണോ അവരെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രധാനമായും കുലദൈവ വഴിപാട് എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ദൈവികപരമായ വഴിപാടിന് വേണ്ടി മാത്രമല്ല ഈ ദിവസങ്ങളിൽ പ്രപഞ്ചശക്തിയുടെ ആകർഷണവും കൂടുതലായതിനാൽ തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, അതുപോലെ തന്നെ ആദ്യമായിട്ട് വഴിപാടുകളും പൂജകളും താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷൻ എന്നിവയെല്ലാം ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പൗർണമി തിഥിയും അമാവാസ തിഥിയുമാണ്. അതല്ല, ഞങ്ങൾ തുടർച്ചയായി അമാവാസകളിലും പൗർണമിയിലും വഴിപാടുകൾ ചെയ്തു വരുന്നവരാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തുടരാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത് ഏതു കാര്യങ്ങളായിക്കോട്ടെ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുവാനായിട്ട് നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട ഒരു അത്ഭുത വാക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അതല്ല തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഇനി ഇതൊന്നുമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനോ അതും അല്ല എന്നിരിക്കെ നമ്മുടെ ഏറ്റവും കടുത്ത ഒരു കടം പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിലോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് നാളെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലാവുന്നതാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, ഇതുപോലുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുമോ എന്ന്. ഏതൊരു കാര്യങ്ങളും, പൂജകളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും മന്ത്രജപങ്ങളാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആ ഫലം നിങ്ങളിലേക്ക് തേടിയെത്തുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നാൽ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപാട് കാലമായി നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും. അതല്ല, ഇതെനിക്ക് പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കില്ല, എനിക്ക് നല്ല ഒരു വാഹനം വാങ്ങിക്കുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു വീട് കിട്ടുവാൻ സാധിക്കില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല എന്നിങ്ങനെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് കിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യത വളരെ അധികം കുറവാണ്. മാത്രമല്ല, ചിലർക്കാകട്ടെ എവിടെയോ ആർക്കോ എന്തോ ഒരു അസുഖം വന്നു എന്നിരിക്കട്ടെ, ഇവർക്ക് ആ ഒരു അസുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്കിത് വരുമോ, എനിക്ക് ഇതുപോലുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടോ, എനിക്കിതുപോലെ പ്രശ്നങ്ങൾ വരുമോ, ഞാൻ ഇല്ലാതായാൽ എൻ്റെ ഫാമിലി എന്ത് ചെയ്യും എന്നിങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ടായിരിക്കും അവരുടെ മനസ്സ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ കാര്യം വന്നു ചേരും, ആ അസുഖം വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെക്കുറിച്ചുമാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്നത്, നിങ്ങൾ പൂജകളും വഴിപാടുകളും ചെയ്യുകയാണ് എന്നിരിക്കെ, അല്ലെങ്കിൽ മന്ത്രജപങ്ങൾ ചൊല്ലുകയാണ് എന്നിരിക്കെ നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് തുടർന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലിയാൽ എനിക്ക് പണം വന്നു ചേരുമോ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചൊല്ലിയാൽ എനിക്ക് പണം വന്നു ചേരുമോ എന്നൊന്നും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകളെല്ലാം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി ചിലർ പറയുന്നുണ്ട്, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തീർത്തൂടെ മാഡം എന്ന്. ശരിയാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ തന്നെയാണ് എനിക്കും താല്പര്യം. പക്ഷേ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്ക് നമ്മുടെ വീഡിയോകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും. പക്ഷേ പുതിയതായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്കെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നാളെ രാവിലെ പൗർണമി ദിവസം, നാളെ മുഴുവനായിട്ടും പൗർണമി തിഥി ഉള്ളതിനാൽ തന്നെ നാളെ രാവിലെ നിങ്ങൾ കഴിവതും ഒരു 6 മണിക്ക് മുന്നേ എങ്കിലും ഉണരുവാൻ ശ്രമിക്കുക. എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക
കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതല്ല നമ്മളെപ്പോഴും ഒരു 6:30 7 o'clock ആ സമയത്താണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു 6 മണിക്ക് മുന്നേയെങ്കിലും എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ ആദ്യം ബ്രഷ് ചെയ്തിട്ട് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞ ഉടൻ നിങ്ങൾ വെള്ളം പോലും കുടിക്കരുത്. കുളിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് ഒരു ദീപം തെളിയിക്കുക. നിങ്ങൾക്ക് ഒരു 4 ദീപമോ 5 ദീപമോ തെളിയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു മൺവിളക്കെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തെളിയിച്ച് 2 ചന്ദനത്തിരി തെളിയിച്ചു വെച്ചതിനു ശേഷം ഓം ശ്രീം 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 എന്നിങ്ങനെ 8 തവണ ശ്രീം പറയുക. ഓം ശ്രീം 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 ഈ വാക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ്. ഒരു തവണ പറയുമ്പോൾ 8 തവണ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് 11 തവണയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 31 തവണയോ ചൊല്ലാവുന്നതാണ്. ശ്രീം എന്നുള്ള വാക്ക് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ്. പ്രത്യേകിച്ചുമുള്ള നാളത്തെ പൗർണമി എന്ന് പറയുന്നത് ഗുരു പൗർണമിയാണ്, അല്ലെങ്കിൽ കുബേര പൗർണമി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വരുന്ന പൗർണമി തിഥിയെ ഗുരു പൗർണമി അല്ലെങ്കിൽ കുബേര പൗർണമി എന്നാണ് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൗർണമി തിഥിയാണ് നാളെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്നുള്ള ആ ഒരു മന്ത്രം നമ്മൾ നാളെ 21 അല്ലെങ്കിൽ 33 തവണയോ അല്ലെങ്കിൽ 51 തവണയോ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ജപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ജപിച്ച് നമ്മൾ ദീപ ആരാധന നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ചെയ്യാവുന്നതാണ്. ഇനി ചിലർ ചോദിക്കും, അതിനുശേഷമാണോ ഞങ്ങൾ വെള്ളം കുടിക്കേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ തൈറോയിഡിന് ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ മരുന്നാണെങ്കിലും കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലെ നമുക്ക് എത്ര ദിവസം ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുന്നതായിരിക്കും. ചിലർ ചോദിക്കും, ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, ഞങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന്. പറ്റില്ല. നാളെ ഇത് നമ്മൾ ശുദ്ധമായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രവും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ നിങ്ങളുടെ ശുദ്ധമായതിനു ശേഷം വരുന്ന വെള്ളിയാഴ്ച എപ്പോഴാണോ ആ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ എത്ര രൂപ കടമാണെങ്കിലും അതെല്ലാം തന്നെ ഉടൻ തന്നെ മാറ്റിത്തരണമേ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോട് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തന്നതിനുള്ള ഒരു നന്ദിയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. ഞാൻ നമ്മുടെ വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ദൈവവും പ്രപഞ്ചവും വേറെ വേറെ അല്ല. നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പരിപൂർണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഇങ്ങനെ ഈ മന്ത്രം ജപിച്ച് ദീപധൂപ ആരാധനകളെല്ലാം കാണിച്ച് നമ്മൾ വെള്ളം കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പണികളിലേക്ക് ഏർപ്പെടാവുന്നതാണ്. ഇത് നാളെ ഒരു ദിവസം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നിങ്ങളെക്കൊണ്ട് ഇതുപോലെ ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. എവിടെയെല്ലാം ശ്രീം എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം നമ്മൾ ചൊല്ലുന്നുവോ അവിടെയെല്ലാം പണത്തടസ്സങ്ങൾ ഇല്ലാതാകുന്നു, പണവരവ് വർദ്ധിക്കുന്നു, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴെല്ലാം നിങ്ങളെക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. അതല്ല, ഒരു നോട്ട് പുസ്തകം എടുത്ത് ചുവന്ന മഷിയുള്ള പേന കൊണ്ട് ഓം ശ്രീം എന്ന് നിങ്ങൾ തുടർച്ചയായി എഴുതി വരികയാണെങ്കിലും, അതും വൃത്തിയായി ഉള്ള സമയത്ത്, നോൺ വെജ് കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുലവാലായ്മ ഇല്ലാതിരിക്കുന്ന സമയത്ത്, പീരിയഡ്സ് അല്ലാതിരിക്കുന്ന സമയത്ത്, വൃത്തിയായി ശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മന്ത്രം ഏതെങ്കിലും ഒരു നോട്ട് പുസ്തകത്തിൽ തുടർച്ചയായി എഴുതി വരാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓരോ തവണ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ചൊല്ലുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. പ്രധാനമായും പണതടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 1 രൂപ പോലും ചിലവില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.